ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലെ 4 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇത് നമുക്ക് 5-6 ശ്ലോകങ്ങൾ നോക്കാം. 5-ാമത്തെ ശ്ലോകം. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാ ദംഭാഹംകാരസംയുക്താ കാമരാഗബലാന്വിതാ. 6-ാമത്തെ ശ്ലോകം. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസാ മാം ചൈവാന്തശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. അശാസ്ത്രവിഹിതം, ശാസ്ത്രവിധി പ്രകാരമല്ലാതെയും, ഘോരമായും കഠിനമായും, ദംഭ അഹങ്കാര സംയുക്ത, ഡംഭോടും അഹങ്കാരത്തോടും കൂടിയും, ഞാനെന്ന ഭാവത്തോടു കൂടിയും, കാമരാഗബലാന്വിത, കാമരാഗങ്ങളാൽ ബലേന പ്രേരിതമായിട്ടും, ശരീരസ്ഥം ദേഹത്തിലുള്ള, ഭൂതഗ്രാമം പഞ്ചഭൂതങ്ങളെയും, അന്തഃശരീരസ്ഥം മാം ച ഏവ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന എന്നെയും, അതായത് ഈശ്വരനെയും, കർഷയന്ത ക്ലേശിപ്പിച്ചുകൊണ്ട്, യേ ജന അചേതസ തപ തപ്യന്തേതാൻ തപസ്സനുഷ്ഠിക്കുന്ന അപക്വബുദ്ധികളായവരെ, ആസുരനിശ്ചയാൻ ആസുരനിശ്ചയന്മാരെന്ന്, ആസുരപ്രകൃതികളെന്ന് വിധി അറിയുക. ശാസ്ത്രവിധി പ്രകാരമല്ലാതെയും കഠിനമായും ഡംഭോടും അഹങ്കാരത്തോടും കൂടിയും കാമരാഗങ്ങളാൽ പ്രേരിതമായിട്ടും ദേഹത്തിലുള്ള പഞ്ചഭൂതങ്ങളെയും ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെയും ക്ലേശിപ്പിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്ന അപക്വബുദ്ധികളായവരെ ആസുരനിശ്ചയന്മാർ എന്ന് അറിയുക. കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന പരമാത്മചൈതന്യത്തെയും ക്ലേശിപ്പിച്ചുകൊണ്ട് ശാസ്ത്രവിധി പ്രകാരമല്ലാത്ത കഠിനവ്രതങ്ങൾ, തപസ്സുകൾ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാകുന്നു, ആസുരീക ബുദ്ധികളാകുന്നു എന്നറിയുക. അവർ സ്വന്തം കാര്യസാധ്യത്തിനായി ചില കടുത്ത തപോവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. ഉദാഹരണത്തിന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിരാഹാര സമരം ചെയ്യുന്നവർ, പോലീസിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നവർ, ബാരിക്കേഡുകളെല്ലാം തകർത്ത് മുന്നേറുന്നവർ, പോലീസുകാരിൽ നിന്ന് തല്ലുവാങ്ങുന്നവർ, അവരുടെയൊക്കെ ലക്ഷ്യം സാത്വികമല്ല, ആത്മീയ ഉന്നമനത്തിനായുള്ളതുമല്ല, ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സ്വന്തം സ്ഥാനമുറപ്പിക്കാനും നേതാവായി മാറുവാനും അങ്ങനെയുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഠിന വ്രതങ്ങൾ, കഠിന യത്നങ്ങൾ, ഇതെല്ലാം ഒരുതരം തപസ്സാണല്ലോ, ഇതെല്ലാം അനുഷ്ഠിക്കുന്നത്. അത് ആത്മീയമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ സാത്വികമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല, ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ശാസ്ത്രവിധി പ്രകാരമുള്ള ഉപവാസവ്രതമൊന്നുമല്ല ഈ നിരാഹാരം എന്ന് പറയുന്നത്. അത് ശരീരത്തെയും ആത്മാവിനെയും ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കഠിനമായ നിരാഹാരവും കർമ്മങ്ങളുമെല്ലാം അത് ആസുര സ്വഭാവികളുടെ ലക്ഷണമാണ്. പേരിനും പെരുമയ്ക്കും സ്ഥാനമാനങ്ങൾ മോഹിച്ചുമാണ് അവർ അത്തരം കർമ്മങ്ങൾക്ക് തയ്യാറാവുന്നത്.
വാസ്തവത്തിൽ ഉപവാസം, വ്രതം എന്നീ സങ്കല്പങ്ങളെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് ഇത്തരം നിരാഹാര സമരങ്ങൾ. രാവണനെപ്പോലുള്ള അസുരന്മാരുടെ കഠിന തപസ് ഇതിന് ഉദാഹരണമാണ്. കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നവനാണ്, അതിന് തയ്യാറാവുന്നവനാണ് രാവണൻ. പക്ഷേ രാവണൻ്റെ ഉദ്ദേശശുദ്ധി ഒരിക്കലും സാത്വികമായിരുന്നില്ലല്ലോ. സ്വന്തം കാമനകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി കഠിനമായ വ്രതങ്ങൾ ചെയ്തവനാണ് രാവണൻ. അപ്പോൾ അത്തരത്തിൽ സ്വശരീരത്തെയും ആത്മാവിനെയും പീഡിപ്പിച്ചുകൊണ്ട് ഈ ആഗ്രഹപൂർത്തീകരണങ്ങൾക്കായി ശാസ്ത്രവിധി പ്രകാരമൊന്നും അല്ലാതെയുള്ള കഠിന തപസ്സുകൾ, യജ്ഞങ്ങൾ, കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആസുരപ്രവൃത്തിയാണ്, അതൊരിക്കലും സാത്വികമല്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.